ശരി, വി രാജേഷ്, ഇപ്പോൾ സംഘപരിവാർ അജണ്ടയാണ് അവിടെ CPM നടപ്പാക്കുന്നത് എന്നാണ് UDF പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടതില്ല എന്നതാണോ നിലമ്പൂരിലെ സാഹചര്യം? ഞങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ രണ്ട് മുന്നണികളുടെയും പ്രവർത്തന ഫലമായിട്ട് അത് കൂടുതൽ എളുപ്പമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന, ഇപ്പോൾ അൻവർ പറയുന്ന അവസാനം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം എന്താണ്? പിണറായി വിജയനെ സഹായിക്കുന്ന സമീപനമാണ് VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നാണല്ലോ അൻവർ അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും. ഇതല്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതായത് കേരളത്തിലൊരു സതീശൻ്റെ അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അൻവർ പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് വേദവാക്യമല്ല, പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ചിലത് വസ്തുത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ 4 വർഷം മുമ്പ് പറഞ്ഞു, അതായത് പിണറായി ഈ അൻവർ പറയുന്ന ഈ പിണറായി സോക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ആറാട്ട് നടത്തിയത് എപ്പോഴാണ്? പ്രതിപക്ഷം അല്ലാതായി മാറിയപ്പോഴാണ്. പ്രതിപക്ഷം VD സതീശൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും പിണറായി വിജയന് സറണ്ടർ ആയപ്പോഴാണ് ഈ അതുപോലെ തന്നെ മരുമകൻ്റെ ഭരണവും അതുപോലെ തന്നെ കമ്മീഷൻ വായ്പൊക്കെ തുടങ്ങിയത്. പ്രതിപക്ഷം അല്ലാതായി മാറിയപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത്. മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല വിഷയങ്ങളും കേരളത്തിൽ മറ്റ് ഏതു ജില്ലയിൽ നടക്കുന്നതിനേക്കാളും വേറെ പല ചർച്ചകളോടെ ഉണ്ടാകും. അത് മലപ്പുറത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലമാണ്, രാഷ്ട്രീയ പശ്ചാത്തലമാണ്, മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വമുള്ള സ്ഥലങ്ങളുടെ ആ സാന്നിധ്യമാണ്. അവിടെ വരുമ്പോഴേക്കും പുതിയ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റുകൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. ഇന്നലെ മറ്റൊരു ചാനൽ ഞാൻ പങ്കെടുത്ത സമയത്ത് വളരെ നിഷ്പക്ഷതയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും ആർക്കും മറുപടിയില്ല. ഇത്രത്തോളം നിഷ്പക്ഷമായിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. സ്വാഭാവികമായിട്ടും BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രസക്തി നൽകുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. പ്രതിഭയെക്കുറിച്ച് പറയാൻ നിങ്ങൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്ന് നമുക്കറിയാമല്ലോ. മറ്റൊരു പാർട്ടിയിൽ നിന്നും ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി, എന്നിട്ട് വൈകിട്ട് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ. ആദ്യം പറയുന്നത് ആവശ്യമില്ല, അനാവശ്യ ഞങ്ങള് കുറെ കാലമായി ഇവർ പറയുന്ന എന്റെ കയ്യിൽ ചിത്രമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രേഖ, എന്താ ഇത്ര ആവേശം? അല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും. തുഞ്ചത്തെഴുത്തച്ഛന്റെ ചിത്രം ഞാൻ പറയട്ടെ, എല്ലാവരും അതിന് തയ്യാറാണ്. നിങ്ങൾ എല്ലാ കാലത്തും പറയുന്ന ഒരു നുണ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെയാണ് നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത് ശ്രീ വി രാജേഷ്? നിലമ്പൂരിലെ ജനതയെ ഇങ്ങനെ ചെറുതാക്കി കാണരുത്. നിലമ്പൂരല്ല, അത് കേരളത്തിന്റെ വിഷയമാണ്. അല്ല, മലപ്പുറം കേരളത്തിലെ ചിത്രമായിട്ടല്ലോ ഭാഷാപിതാവ് ജനിച്ച സ്ഥലം. മലപ്പുറത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ആ ഭാഷാപിതാവിന്റെ കാര്യമൊക്കെ അപ്പൊ മറന്നുപോയോ മലപ്പുറത്തെ പറ്റി പറയുമ്പോ? മലപ്പുറത്തെ ഞങ്ങൾ കാണുന്നത് ഞാൻ പറയാം. 1969 മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം എന്നുള്ളൊരു പ്രത്യേക ജില്ല ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി കൊടുത്ത അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞു, ഇത് വിഘടനവാദത്തിന്റെ വിത്തുപാകുവാനേ ഉപകരിക്കുകയുള്ളൂ. അടൽ ബിഹാരി വാജ്പേയി അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. ശരി, നിർവാഹമില്ല. ജനാധിപത്യത്തിൽ അവിടെ മത്സരിക്കാൻ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തെവിടെയെങ്കിലും ഭാഷാപിതാവ് ജനിച്ച് വളർന്ന നാട്ടിൽ ഭാഷാപിതാവിൻ്റെ പ്രതിമ വയ്ക്കാൻ ഒരു വിഭാഗം ജനങ്ങൾ, ഒരു സമൂഹം സമ്മതിക്കില്ല. മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി അത് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ വർഗീയമായി സംസാരിക്കുമ്പോൾ വി രാജേഷ് സമ്മതിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഏത് നേതാവ് പറഞ്ഞു? വർഗീയമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. സ്മൃതിക്ക് നാളെ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങളുടെ
നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ ധൈര്യമുണ്ടോ തുഞ്ചൻ റിപ്പോർട്ടർ ചാനലല്ലോ പ്രതിമ സ്ഥാപിക്കേണ്ടത്? പിന്നെന്തിനാണ് ന്യായീകരിക്കുന്നത്? ന്യായീകരിക്കില്ല. താങ്കൾ പറഞ്ഞ താങ്കളുടെ പ്രതികരണത്തിലെ ദുസ്സൂചനയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവിടെ ലീഗ് അതിന് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഏത് ലീഗ് നേതാവാണ് അതിനെ എതിർത്തിട്ടുള്ളത്? രാഷ്ട്രീയത്തിന് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമാണ്. പ്രീണന രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം. ഇത്രയും കാലമായിട്ടും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ വയ്ക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? അതിന് ലീഗിന്റെ നേതാവ് മറുപടി പറയണം. ശരി, മലപ്പുറത്ത് എന്തുകൊണ്ട്, തുഞ്ചൻ പറമ്പിൽ എന്തുകൊണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ വേഗം പറഞ്ഞിട്ട് എനിക്ക് ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകണം. മറുപടി പറയാം. ഒന്ന്, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ അവിടെ അത്തരമൊരു സംവിധാനം ഒരുക്കിയത് തന്നെ, അദ്ദേഹത്തിൻ്റെ സ്മാരകമായി അവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സംവിധാനങ്ങളും ഒരുക്കിയത് തന്നെ UDF-ന്റെ സമയത്ത് 1991 ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം തിരൂരിനെ പ്രതികരിക്കുന്ന സമയത്താണ്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നത് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന അവിടെയുള്ള സംവിധാനങ്ങൾ. രണ്ടാമത്തെ കാര്യം, മലയാളം സർവകലാശാല തുടങ്ങിയത് PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് UDF ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും അതിനോട് യാതൊരു പ്രശ്നമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, പ്രതിമയുടെ കാര്യം പ്രതിമ സ്ഥാപിക്കാൻ രാമാനുജൻ എഴുത്തച്ഛന്റെ കൃത്യമായിട്ടുള്ള ഒരു എന്തുകൊണ്ട് സാധിച്ചില്ല? അദ്ദേഹത്തിന്റെ ചിത്രമോ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തിരൂർ നഗരസഭയിൽ മനോരമ പത്രം മുൻകൈ എടുത്ത് അവിടെ പ്രതിമ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയ മലയാള മനോരമ പത്രം സ്ഥാപിച്ചിട്ടുള്ള എഴുത്തിന്റെ ഒരു അനുസ്മരണ മനോരമ പത്രം തീരുമാനമെടുത്തിട്ട് നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? ശരി, എനിക്ക് ദാമോദർ പ്രസാദിലേക്ക് പോകുന്നുണ്ട്. ഈ തരത്തിൽ വർഗീയമായി നടത്തുന്ന പ്രതികരണങ്ങൾ എത്രത്തോളം നിലമ്പൂരിൽ വേവും എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.